DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 11 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് 2025-26 അധ്യയന വർഷത്തിൽ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ്, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് പുതുക്കൽ, ITC ഫീ റീഇംബേഴ്സ്മെന്റ് സ്കോളർഷിപ്പ്, CA, CMA, CS സ്കോളർഷിപ്പ്, APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്, സിവിൽ സർവീസ് സ്കോളർഷിപ്പ്, മദർ തെരേസ സ്കോളർഷിപ്പ്, CM റിസർച്ച് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ് എന്നീ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ജനുവരി 20 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. സ്ഥാപന മേധാവികൾ പ്രസ്തുത അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തി ഓൺലൈനായി അപ്രൂവൽ നൽകേണ്ട അവസാന തീയതി 22 വരെയും നീട്ടിയിട്ടുണ്ട്. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പുകൾ നൽകുന്നത്. www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് മെനു ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അടുത്തറിയിപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് കേരള വാട്ടർ അതോറിറ്റി നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള അപേക്ഷ ജനുവരി 31 വരെ സമർപ്പിക്കാം. പ്രതിമാസം 15 കിലോലിറ്റർ വരെ മാത്രം ജല ഉപയോഗമുള്ള BPL വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ആനുകൂല്യം. അപേക്ഷകൾ 2026 ജനുവരി 31 മുൻപായി bpl.kwa.kerala.gov.in എന്ന പോർട്ടൽ മുഖേന നൽകാം. അടുത്തറിയിപ്പ് സംസ്ഥാന സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ പുരോഗമിക്കുകയാണ്. 10 ലക്ഷത്തോളം അപേക്ഷകൾ ലഭിച്ചപ്പോൾ അതിൽ 1 ലക്ഷത്തോളം അപേക്ഷകൾ ആദ്യഘട്ടത്തിൽ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അതത് തദ്ദേശ സെക്രട്ടറിമാർക്കാണ് അപേക്ഷിക്കേണ്ടത്. അക്ഷയ, ജനസേവ, കോമൺ സർവീസ് സെന്റർ പോലുള്ള ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷിക്കുമ്പോൾ തന്നെ 6 ഘട്ട പരിശോധനകൾ നടത്തുന്ന തരത്തിലാണ് പെൻഷൻ അപേക്ഷ പരിശോധന. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക. അപേക്ഷ നൽകുവാൻ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കളല്ലാത്തവരാകണമെന്ന നിബന്ധനയുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാറടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവരുടെ അപേക്ഷ തള്ളും. അപേക്ഷകരുടെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കി ഇത്തരം അയോഗ്യതകൾ ഉണ്ടെങ്കിൽ അപേക്ഷകൾ നിരസിക്കുകയാണ് ചെയ്യുക. അർഹരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളുടെ പരിശോധനയും ഉണ്ടാകും. പ്രായം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും പരിശോധിക്കും. അർഹതയുള്ളവർ മാത്രം അപേക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ തള്ളുന്നതായിരിക്കും. അടുത്തറിയിപ്പ് ക്ഷേമ പെൻഷൻ തുക പല കാരണങ്ങളാൽ മുടങ്ങിയവർക്ക് അതിന്റെ കാരണങ്ങൾ പരിഹരിച്ച് പെൻഷൻ വീണ്ടും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ഊർജിതമാക്കിയിരിക്കുകയാണ്. 2019 ഡിസംബർ മാസം 31 വരെ പെൻഷൻ അപ്രൂവായി അത് ലഭിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എങ്കിൽ അത് സമർപ്പിക്കാനുള്ള അവസരമാണിപ്പോൾ. വരുമാന സർട്ടിഫിക്കറ്റ് നിലവിൽ അപ്ലോഡ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ അത് സമർപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ്. അതോടൊപ്പം വിധവ, അവിവാഹിത പെൻഷനൊക്കെ വാങ്ങുന്നവർ സംസ്ഥാന സർക്കാർ നൽകി വരുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കാൻ അടിയന്തരമായി നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 2026 ജനുവരി 31 വരെയാണ് ഈ രേഖ സമർപ്പിക്കാനുള്ള സമയം സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാത്തപക്ഷം പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.